കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി മെയ് 18 ഞായറാഴ്ച പിറവികൊണ്ട മണ്ണിലേക്ക് വീണ്ടും എത്തുകയാണ്. ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPI ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലം CPI കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ ദാമോദരൻ രചിച്ച പ്രഥമ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി 88 വർഷങ്ങൾക്ക് മുമ്പ് പിറവികൊണ്ട അതേ മണ്ണിൽ പുനരാവതരണം നടത്തുന്നത്. 1937 കുരഞ്ഞിയൂർ കുട്ടാടൻപാടത്ത് നടന്ന പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനത്തിലാണ് ജന്മിത്വം തുലയട്ടെ എന്ന ആഹ്വാനമുയർത്തിയ പാട്ടബാക്കി നാടകം അവതരിപ്പിച്ചത്. ആയിരത്താണ്ടുകാലം നിലനിന്ന മനുഷ്യത്വവിരുദ്ധമായ ജന്മി നാടുവാഴുത്ത വ്യവസ്ഥയെ കടപുഴകിയെറിയാൻ ആഹ്വാനം ചെയ്ത പ്രഥമ രാഷ്ട്രീയ നാടകമായിരുന്നു പാട്ടബാക്കി. കർഷക സമ്മേളനത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന വൈലത്തൂർ കടലായി മനയുടെ തട്ടിൻപുറത്തിരുന്ന് എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെടുത്താണ് കെ ദാമോദരൻ പാട്ടബാക്കി നാടകം എഴുതിയത്. 88 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നാടകം ഉരുവപ്പെടുത്തിയ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത്. 18 പേർ അഭിനയിക്കുന്ന നാടകത്തിന്റെ സംവിധാനം ബാബു വൈലത്തൂരാണ് നിർവഹിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് നമാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സെമിനാർ, ആദരസമ്മേളനം എന്നിവയും നടക്കുമെന്ന് CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ, സംഘാടക സമിതി ചെയർമാൻ പ്രേംരാജ് ചുണ്ടാലാത്ത്, സംഘാടക സമിതി കൺവീനർ VM മനോജ്, വായനശാല സെക്രട്ടറി T ഭാസ്കരൻ, PT പ്രവീൺ പ്രസാദ് തുടങ്ങിയവർ അറിയിച്ചു. 5-16 തീയതികളിലാണ് അണ്ടത്തോട് വെച്ചാണ് പാർട്ടിയുടെ മണ്ഡല സമ്മേളനം. അതിനോടനുബന്ധിച്ച് പാട്ടബാക്കി നാടകത്തിന്റെ 88ാമത് വാർഷികവും കടലായി മനയിലാണ് ആ നാടകം രചിച്ചത്. ആ മനയുടെ പറമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അത് വീണ്ടും പുനരാവിഷ്കാരം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 18ാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം വൈകുന്നേരം 2:30 മണിക്ക് നമാസ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയാണ്.